ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം നാടകങ്ങളാണ് നാം കണ്ടത്. ആ നാടകങ്ങളുടെ ഒരു പ്രത്യേക ഘട്ടം തൃശ്ശൂരിൽ കണ്ടല്ലോ. തൃശ്ശൂരിൽ ഒരു BJP അംഗം ജയിക്കുന്നു. എങ്ങനെയാണ് ജയിക്കുന്നത്? തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ വോട്ട് കാണാനില്ല. 2019 കോൺഗ്രസിന് കിട്ടിയ വോട്ട് വലിയ തോതിൽ ഇടിഞ്ഞു പോകുന്നു. അങ്ങനെ വന്നപ്പോൾ BJP സ്ഥാനാർത്ഥിക്ക് ജയിക്കാനാകുന്നു. ഇതൊക്കെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളാണല്ലോ. ഏതെല്ലാം മറിമായങ്ങളാണ് നടന്നത്. ഇതൊരു ഭാഗം. അതേസമയം 4 വോട്ടിനു വേണ്ടി എന്തും ചെയ്യാം എന്ന നില സ്വീകരിക്കുന്നത് നാം കണ്ടില്ലേ. അതിൻ്റെ ഭാഗമായി ഒരു ഭാഗത്ത് BJPയെ പല രീതിയിൽ സഹകരിപ്പിക്കാൻ നോക്കുമ്പോൾ, ഭൂരിപക്ഷ വർഗീയതയുമായി സമരസപ്പെടാൻ നോക്കുമ്പോൾ, മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയുമായി വല്ലാതെ സമരസപ്പെടുന്ന കാഴ്ചയിലേ കാണാൻ സാധിക്കുന്നത്. അതിന് വലിയ പങ്ക് കോൺഗ്രസും ലീഗുമാണല്ലോ വഹിക്കുന്നത്. 4 വോട്ട് കിട്ടിയാൽ മതി. അതിൻ്റെ ഭാഗമായി 1-2 സീറ്റ് കിട്ടിയാൽ അത് എല്ലാം കൊണ്ടും നേട്ടമായി എന്നാണോ ഇവർ കണക്കാക്കുന്നത്? വർഗീയതയുമായി സഹകരിക്കുന്ന നിലവന്നാൽ തകരുന്നത് മതനിരപേക്ഷതയാണ്. മതനിരപേക്ഷതയുടെ തകർച്ച നമ്മുടെ നാടിനും രാജ്യത്തിനുമാണ് ആപത്തുണ്ടാക്കുക. ആ ആപത്തുണ്ടാക്കുന്ന നിലപാട് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കാൻ പാടുണ്ടോ? അവിടെ വോട്ടാണ് പ്രധാനമെന്ന് കാണാൻ പാടുണ്ടോ? ആരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് അറിയാത്തവരല്ലാലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും. ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാവുന്ന അവസ്ഥയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും എത്തി നിൽക്കുകയല്ലേ. അവരാണല്ലോ കൈകാര്യകർത്തൃത്വം. അവർക്കാണല്ലോ പരോക്ഷമായി ലീഗിനെ അടക്കം നയിക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഇത്തരമൊരു സാഹചര്യം വന്നു ചേർന്നത്? എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും തുറന്നെതിർക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കഴിയാത്തത്? കഴിയണ്ടേ? ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒരേപോലെ എതിർക്കാനാവട്ടെ. എന്തുകൊണ്ട് എതിർക്കാനാവുന്നില്ല? ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് ഞങ്ങൾ നേരത്തെ പരാജയപ്പെട്ടൊരു മണ്ഡലമാണ്. മറ്റൊരു മണ്ഡലം പാലക്കാടാണ്. പാലക്കാട് 2016 തന്നെ ഞങ്ങൾ 3-ാം സ്ഥാനത്ത് പോയ മണ്ഡലമാണ്. വേറൊരു മണ്ഡലം ചേലക്കരയാണ്. ചേലക്കര ഞങ്ങൾ ജയിച്ച മണ്ഡലമാണ്. അവിടെ LDFനെ എങ്ങനെയും പരാജയപ്പെടുത്തും എന്ന വാശിയിലായിരുന്നു കോൺഗ്രസും UDFും പ്രവർത്തിച്ചത്. ഒരുപാട് കാര്യങ്ങൾ അതിന് ചെയ്തു. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പ്രശസ്തമായ വിജയം തന്നെ ചേലക്കരയിൽ LDF നേടി. അവർ പ്രതീക്ഷിച്ചതുപോലെ ചേലക്കര സംഭവിച്ചില്ല. ജനങ്ങൾ LDFനോടൊപ്പം തന്നെ അണിനിരന്നു. പാലക്കാട് LDFന്റെ അവസ്ഥ നേരത്തെയുള്ള നിലയിൽ നിന്ന് വലിയ മാറ്റം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും പോളിംഗ് കുറഞ്ഞപ്പോഴും ഞങ്ങളുടെ വോട്ടിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ അവിടെയായി. അവിടെ ശ്രദ്ധയെ ആകർഷിച്ച കാര്യം എന്താ? ആ ശ്രദ്ധയെ ആകർഷിച്ച കാര്യം UDF ജയിച്ചു വന്നപ്പോൾ, കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു വന്നപ്പോൾ ആ ജയം ആദ്യം ആഘോഷിച്ചത് SDPI ആയിരുന്നു. ഞങ്ങളുടെ ജയമാണ് എന്നാണ് അവർ പറഞ്ഞത്.
അത് തള്ളിപ്പറയാൻ കോൺഗ്രസിനാവില്ല. എങ്ങനെയാണ് കോൺഗ്രസിന്റെ ജയം SDP-യുടെ ജയമായി മാറുന്നത്? SDP ആ തരത്തിൽ അംഗീകരിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണോ? ഓർമ്മയില്ലേ PFIയെ പറ്റി? അതുമായി ഒരു ബന്ധവും ഇല്ലാത്തവരാണോ SDP-ഐ? എന്ത് നിലവെച്ചാണ്, എന്ത് താല്പര്യം വെച്ചാണ്, എന്ത് നാടിന്റെ താല്പര്യം വെച്ചാണ് SDP-യുമായി ബന്ധപ്പെടുന്നത്? 4 വോട്ട് പോരട്ടെ, വർഗീയതയായാലും ഞങ്ങൾക്ക് ഇപ്പോൾ പ്രധാനം വോട്ട് കിട്ടലാണ് എന്ന നിലപാടല്ലേ? വോട്ടാണോ പ്രധാനം? വോട്ടിനു വേണ്ടിയാണോ നിലപാടുകൾ സ്വീകരിക്കേണ്ടത്?